ഉത്തരവിന്റെ പകർപ്പ് വന്നതിന് ശേഷം അപ്പീൽ നൽകുന്ന കാര്യം പരിഗണിക്കും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അതായത് ഈ ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്നാണ് അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയാലുടൻ അദ്ദേഹത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യും എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതേസമയം 376 വകുപ്പ് പ്രകാരം എല്ലാരും സുപ്രീം കോടതിയിലേക്കാണല്ലോ. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് പൾസർ സുനിക്ക് സുപ്രീം കോടതി, ദിലീപും മുൻകൂർ ജാമ്യ ഹർജി ഒരു അപ്പീൽ ഫയൽ സിദ്ദീഖും എല്ലാവരും സുപ്രീം കോടതിയിലേക്കാ. അന്വേഷണ സംഘം കാത്തിരിക്കാറില്ലേ? പൾസർ സുനിയോട് കൂടി അഭിപ്രായം ചോദിക്കുന്നതാണ് സിദ്ദീഖിന് നല്ലത്. ആ ഘട്ടത്തിൽ പറഞ്ഞത് സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട്, പക്ഷേ 376 പോലെയുള്ള വകുപ്പുകൾ വരുമ്പോൾ അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല. പാട്ട് പാടുന്നുണ്ടാവും.